ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സ്വിച്ചിങ് ആണ്. എന്താ സ്വിച്ചിങ് നോക്കാം. സ്വിച്ചിങ് ഈസ് പ്രോസസ് ടു ഫോർവേഡ് പാക്കറ്റ്സ് കമ്മിങ് ഇൻ ഫ്രം വൺ പോർട്ട് ടു എ പോർട്ട് ലീഡിങ് ടുവേർഡ്സ് ദി ഡെസ്റ്റിനേഷൻ. സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കറ്റ്സിനെ ഫോർവേഡ് ചെയ്യുക. പാക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡാറ്റാസ് തന്നെയാണ്. അത് നെറ്റ്വർക്ക് ലെയറിൽ എത്തുമ്പോഴതിന് പാക്കറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പാക്കറ്റ്സിന് ഡാറ്റയ്ക്ക് പറയുന്നവരാണ് പാക്കറ്റ്സ്. Switching is a process to forward packets coming in from one port to another. ഒരു പോർട്ടിൽ നിന്ന് വേറൊരു പോർട്ടിലേക്ക് പാക്കറ്റ്സിനെ ഫോർവേഡ് ചെയ്യാം, സ്വിച്ച് ചെയ്യാം. അതാണ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ. വെൻ ഡാറ്റ കംസ് ഓൺ എ പോർട്ട് ഇറ്റ് ഈസ് കോൾഡ് ഇൻഗ്രസ്. ഇപ്പോൾ ഡാറ്റ കംസ് ഓൺ എ പോർട്ട്, ഒരു പോർട്ടിലേക്ക് വരുവാണെങ്കിൽ അതിനെ ഇൻഗ്രസ് എന്നും, അതേപോലെ വെൻ ഡാറ്റ ലീവ്സ് എ പോർട്ട് ഓർ ഗോസ് ഔട്ട് ഇറ്റ് ഈസ് കോൾഡ് ഇഗ്രസ്. ഡാറ്റ ഒരു പോർട്ടിലേക്ക് വരുവാണെങ്കിൽ അതിനെ ഇൻഗ്രസ് എന്നും, ഡാറ്റ ഒരു പോർട്ടിൽ നിന്ന് വേറൊരു പോർട്ടിലേക്ക് ലീവ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇഗ്രസ് എന്നും വിളിക്കും. അത് നോക്കണ്ട, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മേ ഇൻക്ലൂഡ് നമ്പർ ഓഫ് സ്വിച്ചസ് ആൻഡ് നോട്ട്സ്. ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ നമ്പർ ഓഫ് സ്വിച്ചസും ഉണ്ടാവും, നോട്ട്സും ഉണ്ടാവും. അറ്റ് ബ്രോഡ് ലെവൽ സ്വിച്ചിങ് ക്യാൻ ബി ഡിവൈഡ് ഇൻറ്റു 2 മേജർ കാറ്റഗറീസ്. സ്വിച്ചിങ്ങിനെ നമുക്ക് 2 മേജർ കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. കണക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് കണക്ഷൻ ലെസ്. ഓക്കെ, കണക്ഷൻ ഓറിയൻറ്റഡും ഉണ്ട്, കണക്ഷൻ ലെസ്സും ഉണ്ട്. കണക്ഷൻ ലെസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കണക്ഷൻ ഉണ്ടാവില്ല. പക്ഷേ കണക്ഷൻ ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഡാറ്റ ട്രാൻസ്മിറ്റ്. എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കണക്ഷൻ ലെസ്. The data is forwarded on behalf of forwarding tables. No previous handshaking is required and acknowledgements are optional. ഈ കണക്ഷൻ ലെസ് എന്ന് പറഞ്ഞെങ്കിൽ ഇതിൽ അക്നോളജ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവണമെന്നില്ല, ഓപ്ഷണലാണ്. ഇപ്പോൾ നമുക്ക് അവിടെ ഡാറ്റ എത്തിയില്ല എന്ന് പറഞ്ഞൊരു അക്നോളജ്മെൻ്റ് ഇല്ല, അതൊന്നും ഉണ്ടാവണമെന്നില്ല. കണക്ഷൻ ലെസ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പം ലെറ്ററിൽ അയക്കുന്നില്ലേ, കത്തയക്കുന്ന ടൈമിൽ നമ്മൾ അറിയുന്നില്ല അവിടെ എത്തിയോ ഇല്ലയോ എന്നൊരു അക്നോളജ്മെൻറ്റ് കിട്ടിയാൽ മാത്രമല്ലേ നമുക്ക് അറിയുള്ളൂ അവിടെ ലെറ്റർ എത്തി എന്നുള്ളത്. ഇപ്പം ഞാനിപ്പോൾ ഒരു കത്ത് നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്തിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ അക്നോളജ്മെൻറ്റ് അയച്ചാൽ മാത്രമേ എനിക്കറിയുള്ളൂ. അതൊരു കണക്ഷൻ ലെസ്സാണ്. ഓക്കെ, കണക്ഷൻ ലെസ് ഡാറ്റ ട്രാൻസ്ഫർ ആണത്. ഒരു ഹാൻഡ് ഷേക്ക്, നോ പ്രീവിയസ് ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ ഒരു ഹാൻഡ് ഷേക്കിംഗ് പ്രോസസ്സ് ഉണ്ടാവും. എന്നുവെച്ചാൽ ശരിക്കുമുള്ള ഹാൻഡ് ഷേക്കിംഗ് അല്ല, ആ സിസ്റ്റങ്ങൾ തമ്മിലുള്ളൊരു എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്, അതൊന്നും ഉണ്ടാവില്ല കണക്ഷൻ ലെസ്സിൽ. ഇനി കണക്ഷൻ ഓറിയൻറ്റഡ് ആണെങ്കിൽ ബിഫോർ സ്വിച്ചിങ് ഡാറ്റ to be forwarded to destination, there is a need to pre-establish circuit along the path between both endpoints. കണക്ഷൻ ഓറിയൻറ്റഡ് ആണെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു സർക്യൂട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ടാവും. എന്താ പറയുക, ഒരു സർക്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും. എന്നിട്ട് മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ഡാറ്റ ഈസ് ദെൻ ഫോർവേഡഡ് ഓൺ ദാറ്റ് സർക്യൂട്ട്. ആ സർക്യൂട്ടിലൂടെയാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആഫ്റ്റർ ദ ട്രാൻസ്ഫർ ഈസ് കംപ്ലീറ്റഡ്, സർക്യൂട്ട്സ് ക്യാൻ ബി കെപ്റ്റ് ഫോർ ഫ്യൂച്ചർ യൂസ് ഓർ ക്യാൻ ബി ടേൺ ഡൗൺ ഇമ്മീഡിയറ്റ്ലി. ആ ഒരു ട്രാൻസ്ഫർ കഴിഞ്ഞാൽ ആ സർക്യൂട്ട് എന്താവും, ആ സർക്യൂട്ട് കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഫ്യൂച്ചർ യൂസിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഡിസ്കണക്ട് ചെയ്യും. അതാണ് കണക്ഷൻ ഓറിയൻറ്റഡ്. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് മാത്രമേ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് എന്ത് ചെയ്യും, ആ കണക്ഷൻ കട്ട് ചെയ്യും. ഓക്കെ, ഇനി ഇതിൽ വരുന്ന സ്വിച്ചിങ്ങിൽ വരുന്ന 3 ടൈപ്സ് ഉണ്ട്. ഇതിപ്പോൾ മേജർ കാറ്റഗറീസ് ആണ് ഇത് പറഞ്ഞത്. ഇനി സ്വിച്ചിങ്ങിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആണ് സ്വിച്ചിങ്, എന്തായാലും ക്വസ്റ്റ്യൻ വരും. സർക്യൂട്ട് സ്വിച്ചിങ്, പാക്കറ്റ് സ്വിച്ചിങ്, മെസ്സേജ് സ്വിച്ചിങ്, 3 ടൈപ്പ് ഓഫ് സ്വിച്ചിങ് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് സർക്യൂട്ട് സ്വിച്ചിങ്. When 2 nodes communicate with each other over a dedicated communication path, it is called circuit switching. ഇപ്പം 2 നോഡ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതൊരു ഡെഡിക്കേറ്റഡ് കമ്മ്യൂണിക്കേഷൻ പാത്ത് വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ സർക്യൂട്ട് സ്വിച്ചിങ് എന്ന് പറയും. There is a need of pre-specified route from which data will travel and no other data is permitted. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രീ സ്പെസിഫൈഡ് റൂട്ട് ഉണ്ടാവണം. സെൻറ്ററിനും റിസീവറിനും ഇടയിലൊരു പ്രീ സ്പെസിഫൈ ചെയ്തുള്ള റൂട്ട് ഉണ്ടാവണം. ഫ്രം വിച്ച് ഡാറ്റ വിൽ ട്രാവൽസ് ആൻഡ് നോ അതർ ഡാറ്റ ഈസ് പെർമിറ്റഡ്. അവിടെ ആ ചെയ്യുന്ന ഡാറ്റ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതർ ഡാറ്റാസ് പെർമിറ്റ് ചെയ്യില്ല. In circuit switching, to transfer the data, circuit must be established so that the data transfer can take place. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അതിലൂടെ മാത്രമേ ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കുകയുള്ളൂ. സർക്യൂട്ട്സ് ക്യാൻ ബി പെർമനൻറ്റ് ഓർ ടെമ്പററി. സർക്യൂട്ട് പെർമനൻ്റ് ആവാം അല്ലെങ്കിൽ ടെമ്പററി ആവാം. അപ്ലിക്കേഷൻ വിച്ച് യൂസ് സർക്യൂട്ട് സ്വിച്ചിങ് മേ ഹാവ് ടു ഗോ ത്രൂ 3 phases. ഈ സർക്യൂട്ട് സ്വിച്ചിങ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യുമ്പം ഈ 3 phases കടന്നു പോകണം.
ഏതൊക്കെയായി 3 phases നോക്കാം. എസ്റ്റാബ്ലിഷ് എ സർക്യൂട്ട്, ട്രാൻസ്ഫർ ദി ഡാറ്റ, ഡിസ്കണക്ട് ദി സർക്യൂട്ട്. നമ്മൾ മുന്നേ പറഞ്ഞില്ലേ കണക്ഷൻ ഓറിയൻറ്റഡിൽ ആ സെയിം പ്രോസസ്സാണ് ഇവിടെയും നടക്കുന്നത്. ഒരു സർക്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം, എന്നിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം, അത് കഴിഞ്ഞാൽ ഡിസ്കണക്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. രണ്ട് സിസ്റ്റം തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അവിടെയാണ് സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സർക്യൂട്ട് സ്വിച്ചിങ് വാസ് ഡിസൈൻഡ് ഫോർ വോയിസ് അപ്ലിക്കേഷൻസ്. വോയിസ് അപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് സർക്യൂട്ട് സ്വിച്ചിങ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ടെലിഫോണിൽ ടെലിഫോൺ ഈസ് ദ ബെസ്റ്റ് സ്യൂട്ടബിൾ എക്സാമ്പിൾ ഓഫ് സർക്യൂട്ട് സ്വിച്ചിങ്. ബിഫോർ എ യൂസർ ക്യാൻ മേക്ക് എ കോൾ, എ വെർച്വൽ പാത്ത് ബിറ്റ്വീൻ കോളർ ആൻഡ് കോളി ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓവർ ദി നെറ്റ്വർക്ക്. കോൾ ചെയ്യുന്നതിൻ്റെ മുന്നേ ബിഫോർ ദ യൂസർ ക്യാൻ മേക്ക് എ കോൾ, കോളിംഗ് കണക്റ്റ് ആവുന്നതിന് മുന്നേ അവിടെ ഒരു പാത്ത് എന്താവും ക്രിയേറ്റ് ആവും. അത് കോളറും കോളിയും തമ്മിലൊരു പാത്ത് ഉണ്ടാവും നെറ്റ്വർക്കിൽ. ഓക്കെ, അത് കഴിഞ്ഞാൽ എന്താവും, കോൾ കഴിഞ്ഞാൽ അത് ഡിസ്കണക്റ്റ് ആവും. ഇത്രയാണ് സർക്യൂട്ട് സ്വിച്ചിങ്. നെക്സ്റ്റ് ഈസ് മെസ്സേജ് സ്വിച്ചിങ്. ദിസ് ടെക്നിക് വാസ് സംവെയർ ഇൻ മിഡിൽ ഓഫ് സർക്യൂട്ട് സ്വിച്ചിങ് ആൻഡ് പാക്കറ്റ് സ്വിച്ചിങ്. ഈ മെസ്സേജ് സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്യൂട്ട് സ്വിച്ചിങ്ങിൻ്റെയും പാക്കറ്റ് സ്വിച്ചിങ്ങിൻ്റെയും ഒരു മിഡിലായിട്ട് വരുന്നതാണ്. ഇൻ മെസ്സേജ് സ്വിച്ചിങ് ദ ഹോൾ മെസ്സേജ് ഈസ് ട്രീറ്റഡ് ആസ് എ ഡാറ്റ യൂണിറ്റ് ആൻഡ് ഈസ് സ്വിച്ചിങ് ഓർ ട്രാൻസ്ഫേർഡ് ഇൻ ഇറ്റ്സ് എൻറ്റയർലി. മെസ്സേജ് സ്വിച്ചിങ്ങിൽ ദ ഹോൾ മെസ്സേജ് ഈസ് ട്രീറ്റഡ് ആസ് വെച്ചാൽ ഹോൾ മെസ്സേജ് എല്ലാ കംപ്ലീറ്റ് മെസ്സേജും ഒരു ഡാറ്റ യൂണിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈസ് സ്വിച്ചിങ് അല്ലെങ്കിൽ ട്രാൻസ്ഫേർഡ് ഇൻ ഇറ്റ്സ് എൻറ്റയർലി, അത് എൻറ്റയറിറ്റി കംപ്ലീറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത് പകുതി ഒന്നുമല്ല, കംപ്ലീറ്റ് എന്താണോ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. എ സ്വിച്ച് വർക്കിംഗ് ഓൺ മെസ്സേജ് സ്വിച്ചിങ് first receives the whole message and buffers it until there are resources available to transfer it to the next hop. If the next hop is not having enough resource to accommodate large size message, the message is stored and switch waits. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഫിഗർ നോക്കിയാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ഈ സെൻറ്റർ റിസീവറും, സെൻറ്ററിന് ഒരു മെസ്സേജ് ഉണ്ട്. ആ കംപ്ലീറ്റ് മെസ്സേജും എന്ത് ചെയ്യും, ആ സെക്കൻഡ് സിസ്റ്റത്തിലേക്കോ അവിടെ എന്താണോ നോഡുള്ളത് അതിലേക്ക് പാസ് ചെയ്യും. ആ സെക്കൻഡ് നോഡ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. സ്റ്റോർ ഫുൾ മെസ്സേജ് ആൻഡ് ദെൻ ഫോർവേഡ്. അതെന്ത് ചെയ്യും, അടുത്തതിലേക്ക് പാസ് ചെയ്യും. അതും എന്താണ്, ആ കംപ്ലീറ്റ് മെസ്സേജ് ഫുൾ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ ഫോർവേഡ് ചെയ്യും. എന്നിട്ടാണ് റിസീവറിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ആൾക്കാർക്കെല്ലാം ആ ഒരു മെസ്സേജ് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ കയ്യിലും ഉണ്ടാവും, അവരുടെ നോഡിലും ഉണ്ടാവും. ദിസ് ടെക്നിക് വാസ് കൺസിഡേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ടു സർക്യൂട്ട് സ്വിച്ചിങ്. സർക്യൂട്ട് സ്വിച്ചിങ്ങിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഈ ഒരു സ്വിച്ചിങ് വർക്ക് ചെയ്യുന്നത്. ആസ് ഇൻ സർക്യൂട്ട് സ്വിച്ചിങ് ദ ഹോൾ പാത്ത് ഈസ് ബ്ലോക്ക്ഡ് ഫോർ 2 entities ഓൺലി. മെസ്സേജ് സ്വിച്ചിങ് ഈസ് റീപ്ലേസ്ഡ് ബൈ പാക്കറ്റ് സ്വിച്ചിങ്. എന്താ പറയുക, മെസ്സേജ് സ്വിച്ചിങ് ഈ പാക്കറ്റ് സ്വിച്ചിങ്ങിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. മെസ്സേജ് സ്വിച്ചിങ് ഹാസ് ദ ഫോളോയിങ് ഡ്രോബാക്സ്. മെസ്സേജ് സ്വിച്ചിങ് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. എവറി സ്വിച്ച് ഇൻ ട്രാൻസിറ്റ് പാത്ത് നീഡ്സ് ഇനഫ് സ്റ്റോറേജ് ടു അക്കോമഡേറ്റ് എൻറ്റയർ മെസ്സേജ്. അതിലുള്ള പാത്തിൽ എല്ലാത്തിനും എന്തുണ്ടാവണം, ഇനഫ് സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവണം ആ കംപ്ലീറ്റ് മെസ്സേജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? എന്നാൽ മാത്രമല്ല അടുത്തതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഓഫ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് ടെക്നിക് ആൻഡ് വെയ്റ്റ്സ് ഇൻക്ലൂഡ് until resources are available, message switching is very slow. ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം സ്റ്റേഷൻ എന്ന് സ്റ്റേഷൻ ബിയിലെത്തി, ഡിയിലേക്കാണ് എത്തേണ്ടത്. അപ്പോൾ ബിയിൽ ചിലപ്പം എന്താ പറയുക, ബിന്ന് സിയിലേക്കും അയക്കണം, എന്നിട്ടല്ലേ ഡിയിലെത്തുള്ളൂ. അപ്പോൾ സിയിലെത്തുന്ന സമയത്ത് സിക്ക് ചിലപ്പം സ്പേസ് ഉണ്ടാവണമെന്നില്ല. സ്പേസ് ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യും, സ്പേസ് ഉണ്ടാവുന്നവരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ അത് ഭയങ്കര സ്ലോ ആയിരിക്കും. അതാണ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് ടെക്നിക്ക് ആയതുകൊണ്ട് തന്നെ റിസോഴ്സസ് അവൈലബിൾ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് അതുകൊണ്ട് തന്നെ മെസ്സേജ് സ്വിച്ചിങ് വെരി സ്ലോ ആണ്. ആൻഡ് മെസ്സേജ് സ്വിച്ചിങ് വാസ് നോട്ട് എ സൊല്യൂഷൻ ഫോർ സ്ട്രീമിംഗ് മീഡിയ ആൻഡ് റിയൽ ടൈം അപ്ലിക്കേഷൻസ്. റിയൽ ടൈം അപ്ലിക്കേഷൻസിലൊന്നും സ്യൂട്ടബിൾ അല്ല. ഇത്രയാണ് മെസ്സേജ് സ്വിച്ചിങ്. നെക്സ്റ്റ് ഈസ് പാക്കറ്റ് സ്വിച്ചിങ്. ഷോർട്ട്കമ്മിങ്സ് ഓഫ് മെസ്സേജ് സ്വിച്ചിങ് ഗേവ് ബർത്ത് ടു ആൻ ഐഡിയ ഓഫ് പാക്കറ്റ് സ്വിച്ചിങ്. ഈ മെസ്സേജ് സ്വിച്ചിങ്ങിൻ്റെ കുറച്ച് ഡ്രോബാക്സ് എല്ലാം കൊണ്ടാണ് ഈ പാക്കറ്റ് സ്വിച്ചിങ് ഉണ്ടായത്. ദ എൻറ്റയർ മെസ്സേജ് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോളർ ചങ്ക് കോൾഡ് പാക്കറ്റ്സ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെസ്സേജ് സ്വിച്ചിങ്ങിൽ എൻറ്റയർ മെസ്സേജാണ് സെൻഡ് ചെയ്യുന്നത്. പക്ഷേ പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ആ എൻറ്റയർ മെസ്സേജിനെ നമ്മൾ സ്മോളർ ചങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. The switching information is added in the header of each packet and transmitted independently. അവിടെ ഒരു സ്വിച്ചിങ് ഇൻഫർമേഷൻസ് ആഡ് ചെയ്യും. ആ കുറേ ചങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യില്ല, ഓരോ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഓരോന്നിലും എന്തുണ്ടാവും, അതിൻ്റെ ഒരു ഇൻഫർമേഷൻ കൊടുക്കും. ഇത് എവിടെയാണോ അങ്ങനെയാണെന്നുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടാവും. എന്നിട്ടാണത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദ സ്വിച്ചിങ് ഇൻഫർമേഷൻ ഈസ് ആഡഡ് ഇൻ ദ ഹെഡർ ഓഫ് ഈച്ച് പാക്കറ്റ്. അത് ഹെഡറായിട്ടാണ് ആഡ് ചെയ്യുന്നത്. ആൻഡ് ട്രാൻസ്മിറ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി. ഇറ്റ് ഈസ് ഈസിയർ ഫോർ ഇൻ്റർമീഡിയറ്റ് നെറ്റ്വർക്കിംഗ് ഡിവൈസസ്. ഇൻ്റർമീഡിയറ്റ് നെറ്റ്വർക്കിംഗ് ഡിവൈസസിലാണിത് ഈസിയർ ആയിട്ടുള്ളത്. ടു സ്റ്റോർ സ്മോൾ സൈസ് പാക്കറ്റ്സ് ആൻഡ് ദേ ഡു നോട്ട് ടേക്ക് മച്ച് റിസോഴ്സസ് ഐദർ ഓൺ കാരിയർ പാത്ത് ഓർ ഇൻ ദി ഇൻറ്റേർണൽ മെമ്മറി ഓഫ് സ്വിച്ചസ്.
ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളർ എമൗണ്ട് ഓഫ് പാക്കറ്റ്സ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ സൈസ് കുറവല്ല, അപ്പോൾ സ്റ്റോർ ചെയ്താലും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. മെസ്സേജ് സ്വിച്ചിങ് ആണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള മെസ്സേജ് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അതാണ് ഡിഫറൻസ് വരുന്നത്. പാക്കറ്റ് സ്വിച്ചിങ് എൻഹാൻസസ് ലൈൻ എഫിഷ്യൻസി ആസ് പാക്കറ്റ്സ് ഫ്രം മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ക്യാൻ ബി മൾട്ടിപ്ലക്സ്ഡ് ഓവർ ദി കാരിയർ. ഇത് ലൈൻ എഫിഷ്യൻസിയാണ് എൻഹാൻസ് ചെയ്യുന്നത്. ആസ് പാക്കറ്റ്സ് ഫ്രം മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ക്യാൻ ബി മൾട്ടിപ്ലക്സ്ഡ്. ദ ഇൻ്റർനെറ്റ് യൂസസ് പാക്കറ്റ് സ്വിച്ചിങ് ടെക്നിക്. ഇൻ്റർനെറ്റ് ഈ ഒരു പാക്കറ്റ് സ്വിച്ചിങ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ്റർനെറ്റ് അത് ഓർത്ത് വെച്ചാണ്. ആ ഫസ്റ്റത്തെ സെൻറ്റൻസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പാക്കറ്റ് സ്വിച്ചിങ് ഇനാബിൾസ് ദ യൂസർ ടു ഡിഫറൻഷിയേറ്റ് data streams based on priorities. Packets are stored and forwarded according to their priority to provide quality of service. അതിനൊരു പ്രയോറിറ്റി, ഡാറ്റേൻ്റെ പ്രയോറിറ്റിയും കൂടെ നോക്കിയിട്ടാണ് ഇവിടെ ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. ആ ഒരു പോയിൻ്റ് കൂടെ എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയാണ് സ്വിച്ചിങ്ങിൽ പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിൻ്റെ ടൈപ്സ് വരുന്നുണ്ട്, ഓരോന്നിനും കുറച്ച് സബ്ബായിട്ട് അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്വിച്ചിങ്ങിനെ പറ്റി ഒരു ബേസിക് ഐഡിയ ഉണ്ടായില്ലേ. സർക്യൂട്ട് സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്ഷൻ ഉണ്ടാക്കും, ഒരു സർക്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും, എന്നിട്ട് ആദ്യം എന്ത് ചെയ്യും, ഒരു സർക്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും, എന്നിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. അത് കഴിഞ്ഞാൽ അത് ഡിസ്കണക്ട് ചെയ്യും. ആ ഒരു കാര്യമാണ് സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ ഓർമ്മിക്കേണ്ടത്. ആൻഡ് മെസ്സേജ് സ്വിച്ചിങ് ആകുമ്പോൾ എന്താണ്, എൻ്റയർ മെസ്സേജാണ് സെൻഡ് ചെയ്യുന്നത്, സ്റ്റോർ ആൻഡ് ഫോർവേഡ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് പാക്കറ്റ് സ്വിച്ചിങ് ആകുമ്പോൾ എൻ്റയർ മെസ്സേജിനെ സ്മോൾ ചങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ടാണത് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മൾ 3 ടൈപ്സ് ഓഫ് സ്വിച്ചിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ സർക്യൂട്ട് സ്വിച്ചിങ്, മെസ്സേജ് സ്വിച്ചിങ് ആൻഡ് പാക്കറ്റ് സ്വിച്ചിങ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് പാക്കറ്റ് സ്വിച്ചിങ്ങിൻ്റെ ടൈപ്സ് ആണ്. പാക്കറ്റ് സ്വിച്ചിങ്ങിൽ 2 ടൈപ്സ് വരുന്നുണ്ട്, വെർച്വൽ സർക്യൂട്ട് ആൻഡ് ഡാറ്റാഗ്രാം. ആ വെർച്വൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്, ആൻഡ് ഡാറ്റാഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻ ലെസ് ആണ്. ഇതാണ് ഡാറ്റാഗ്രാം. ഓക്കെ, കണക്ഷൻ ലെസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ അതെന്താ കണക്ഷൻ ഓറിയൻറ്റഡ്, വെർച്വൽ സർക്യൂട്ട് എന്താ, ഡാറ്റാഗ്രാം എന്താണെന്ന് നോക്കാം. ബിഫോർ സ്റ്റാർട്ടിംഗ് ദി ട്രാൻസ്മിഷൻ ഇറ്റ് എസ്റ്റാബ്ലിഷസ് എ ലോജിക്കൽ പാത്ത് or virtual connection using signaling protocol between the sender and receiver, and all packets belong to this flow will follow this predefined route. ഈ കണക്ഷൻ, ഈ വെർച്വൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ, ട്രാൻസ്മിഷൻ നടക്കുന്നതിന് മുന്നേ അവിടെ ഒരു ലോജിക്കൽ പാത്ത് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വെർച്വൽ കണക്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡാറ്റ സെൻഡ് ചെയ്യാൻ പാടുള്ളൂ. സെൻഡറും റിസീവറും തമ്മിൽ ഒരു ലോജിക്കൽ പാത്ത് ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു പാത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പാക്കറ്റ് ട്രാവൽ ചെയ്യുന്നത്. Virtual circuit ID is provided by switches or routers to uniquely identify this virtual connection. ഈ virtual connection identify ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു virtual circuit ID കൊടുക്കും. ആ ഒരു കണക്ഷൻ്റെ ഒരു നെയിം പോലെ ഒരു കണക്ഷൻ, ഒരു നമ്പർ കൊടുക്കുന്നതാണ്, virtual circuit ID കൊടുക്കും. Data is divided into small units and all these small units are appended with the help of sequence number. നമ്മൾ പറഞ്ഞു മെസ്സേജ് പാസിങ്ങിലാണെങ്കിൽ കംപ്ലീറ്റ് ഡാറ്റ ഒരുമിച്ചാണ് സെൻഡ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ പാക്കറ്റ് സ്വിച്ചിങ് ആണെങ്കിൽ ഓരോ ഡാറ്റാസും പാക്കറ്റ് ആയിട്ടാണ് ഇൻഡിവിജ്വൽ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് ഇതിൽ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള ഓരോ പാക്കറ്റിനും ഓരോ സീക്വൻസ് നമ്പർ കൊടുക്കും, തെറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, നമ്പർ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട്. ഓവറോൾ 3 phases takes place here. ഇവിടെ 3 phases, ഈ ഒരു കണക്ഷൻ വെർച്വൽ സർക്യൂട്ട് നടത്താൻ വേണ്ടിയിട്ട്, ഡാറ്റ ട്രാൻസ്മിഷൻ നടത്താൻ വേണ്ടിയിട്ട് 3 phases ഉണ്ട്. ഫസ്റ്റ് ഫേസ് ആണ് സെറ്റപ്പ്, ആൻഡ് സെക്കൻഡ് ഫേസ് ഡാറ്റ ട്രാൻസ്ഫർ, ആൻഡ് ലാസ്റ്റ് ഫേസ് ഈസ് ടിയർ ഡൗൺ ഫേസ്. ഇതിൽ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറ്റപ്പ് ഫേസിലാണ് ഈ ഒരു കണക്ഷൻ്റെ പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഡോട്ടഡ് ലൈൻസും ഉണ്ട്, സോളിഡ് ലൈൻസും ഇല്ല. ഇവിടെ സോളിഡ് ലൈൻസിലാണ് കണക്ഷൻ പാത്ത് ക്രിയേറ്റ് ചെയ്തത്. ഇതിലാണ് വെർച്വൽ സർക്യൂട്ട്, ഇവിടെയാണ് ഈ ഒരു പാത്ത്, ഈ ഒരു വഴിയിലൂടെയാണ് പാക്കറ്റ്സ് ട്രാവൽ ചെയ്യുക. ഇവിടെ ഡാറ്റ ട്രാൻസ്ഫർ ഫേസ് നോക്കാം. 1, 2, 3 എന്ന് പറഞ്ഞ ഡാറ്റയാണ് എ സെൻഡ് ചെയ്യുന്നത്, ഡിയിലേക്കാണ് എത്തേണ്ടത്, റിസീവർ ഡി ആണ്. അപ്പോൾ ആ ഒരു പാത്തിലൂടെയാണ് നമ്മൾ നേരത്തെ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു പാത്തിലൂടെയാണ് ഇവിടെ ഡാറ്റ ട്രാൻസ്ഫർ നടത്തുന്നത്. 1, 2, 3, 1, 2, 3, 1, 2, 3 എല്ലാം ഒരുമിച്ചാണ് പോകുന്നത്. 1 പോവും, അങ്ങനെ 1 പോവും, പിന്നെ 2 പോവും, പിന്നെ 3 പോവും. അത് കഴിഞ്ഞിട്ട് 5th പ്ലേസിലേക്ക് 1 പോവും, 2 പോവും, 3 പോവും, അങ്ങനെ ആ ഒരു പാത്തിലൂടെ പോവും. ലാസ്റ്റ് ടിയർ ഡൗൺ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണക്ഷൻ എന്ത് ചെയ്യുക, ഡിസ്കണക്റ്റ് ചെയ്യുക. അതിനാണ് ടിയർ ഡൗൺ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് വെർച്വൽ സർക്യൂട്ട് പറയാനുള്ളത്.
ഓൾ അഡ്രസ് ഇൻഫർമേഷൻ ഈസ് ഓൺലി ട്രാൻസ്ഫേർഡ് ഡ്യൂറിങ് സെറ്റപ്പ് ഫേസ്. എല്ലാ അഡ്രസ് ഇൻഫർമേഷനും ട്രാൻസ്ഫർ ചെയ്യുന്നത് സെറ്റപ്പ് ഫേസിലൂടെയാണ്. വൺസ് ദ റൂട്ട് ടു ഡെസ്റ്റിനേഷൻ ഈസ് ഡിസ്കവേർഡ്, എൻട്രി ഈസ് ആഡഡ് ടു സ്വിച്ചിങ് ടേബിൾ ഓഫ് ഈച്ച് ഇൻ്റർമീഡിയറ്റ് നോഡ്. നമ്മൾ വൺസ് ദ റൂട്ട് ഡെസ്റ്റിനേഷൻ ഈസ് ഡിസ്കവേർഡ്, ഒരു പക്ഷേ ഈ റൂട്ട് ഡെസ്റ്റിനേഷൻ ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി ആഡ് ചെയ്യും, അങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. അത്രയും മതി. നെക്സ്റ്റ് കണക്ഷൻലെസ് ഡാറ്റാഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. അൺലൈക്ക് കണക്ഷൻ ഓറിയൻറ്റഡ് പാക്കറ്റ് സ്വിച്ചിങ്, ഇൻ കണക്ഷൻലെസ് പാക്കറ്റ് സ്വിച്ചിങ് ഈച്ച് പാക്കറ്റ് കണ്ടെയ്ൻസ് ഓൾ നെസസറി അഡ്രസ്സിംഗ് ഇൻഫർമേഷൻ സച്ച് ആസ് സോഴ്സ് അഡ്രസ്, ഡെസ്റ്റിനേഷൻ അഡ്രസ് ആൻഡ് പോർട്ട് നമ്പർ എക്സെട്ര. ഇതിലുള്ള ഓരോ ഇൻഡിവിജ്വൽ പാക്കറ്റിനും എന്തുണ്ടാവും? സോഴ്സ് അഡ്രസ്, ഡെസ്റ്റിനേഷൻ അഡ്രസ് ആൻഡ് പോർട്ട് നമ്പർ ഉണ്ടാവും ഓരോ ഇൻഡിവിജ്വൽ പാക്കറ്റ്സിനും. പാക്കറ്റ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഓരോന്നിനും ഓരോ അഡ്രസ്സ് ഉണ്ടാവും. അത് വെച്ചിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ഓരോ പാക്കറ്റിനും സോഴ്സ് അഡ്രസ്, ഡെസ്റ്റിനേഷൻ അഡ്രസ്, പോർട്ട് അഡ്രസ് ഉണ്ടാവും. ആൻഡ് ഇൻ ഡാറ്റാഗ്രാം പാക്കറ്റ് സ്വിച്ചിങ് ഈച്ച് പാക്കറ്റ് ഈസ് ട്രീറ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി. ഡാറ്റാഗ്രാമിൽ ഓരോ പാക്കറ്റും ഇൻഡിപെൻഡൻ്റ്ലി ആയിട്ടാണ് ഇതിൽ ട്രീറ്റ് ചെയ്യുന്നത്. പാക്കറ്റ്സ് ബിലോങ് ടു വൺ ഫ്ലോ മേ ടേക്ക് ഡിഫറെൻറ്റ് റൂട്ട്സ് ബിക്കോസ് റൂട്ടിംഗ് ഡിസിഷൻസ് ആർ മെയ്ഡ് ഡൈനാമിക്കലി. ഇവിടെ ഓരോന്നിനും ഓരോ റൂട്ടിലാണ് പോകുന്നത്. ഓരോ പാക്കറ്റിനും അതിനിഷ്ടമുള്ള രീതിയിൽ ഓരോ റൂട്ടിലൂടെ പോയിട്ട് ഡെസ്റ്റിനേഷനിലേക്ക് എത്താം. So the packet arrived at the destination might be out of order. അതിൽ ഓർഡർ ഉണ്ടാവില്ല, ഔട്ട് ഓഫ് ഓർഡർ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ എന്താണ്, നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഇറ്റ് ഹാസ് നോ കണക്ഷൻ സെറ്റപ്പ് ആൻഡ് ടിയർ ഡൗൺ ഫേസ് ലൈക്ക് വെർച്വൽ സർക്യൂട്ട്. ഇവിടെ കണക്ഷൻ സെറ്റപ്പോ അല്ലെങ്കിൽ ടിയർ ഡൗൺ ഫേസോ ഒന്നുമില്ല. പാക്കറ്റ് ഡെലിവറി ഈസ് നോട്ട് ഗ്യാരണ്ടീഡ് ഇൻ കണക്ഷൻലെസ് പാക്കറ്റ് സ്വിച്ചിങ്. സോ ദ റിലയബിൾ ഡെലിവറി മസ്റ്റ് ബി പ്രൊവൈഡഡ് ബൈ ദ എൻഡ് സിസ്റ്റം യൂസിങ് അഡീഷണൽ പ്രോട്ടോകോൾസ്. ഡാറ്റാഗ്രാം പാക്കറ്റ് സ്വിച്ചിങ്ങിൻ്റെ ഫിഗർ നോക്കാം. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 1 2 3 4 ആണ് എ സെൻഡ് ചെയ്യുന്നത്. 1 എന്ന് പറയുന്നത് ഫസ്റ്റത്തെ റൂട്ടിലൂടെ പോയി, പിന്നെ 2 എന്ന് പറയുന്നത് താഴോട്ടുള്ള റൂട്ടിലേക്ക് പോയി, പിന്നെ 3 പിന്നെയും 1ൻ്റെ ആ റൂട്ടിലേക്കാണ് പോകുന്നത്. ലാസ്റ്റ് എന്താണ്, ഇങ്ങനെ ഏതെങ്കിലും രീതിയിലെല്ലാം പോയി ലാസ്റ്റ് ഡിയിൽ എത്തും. എന്നിട്ട് അവിടുന്ന് കറക്റ്റായിട്ട് ഓർഡർ ചെയ്തിട്ടാണ് ഡിയിലെത്തിയത്. ഇപ്പോൾ ഓർഡറായിട്ടാണ് ഇവിടെ എത്തിയത്. ചില സമയത്ത് മൈറ്റ് നോട്ട് ബി ഓർഡറായിട്ട് വരണമെന്നും ഇല്ല. 2 കേസുണ്ട്. പക്ഷെ അതിന് നമ്മൾ എന്ത് കൊടുക്കും, നമ്പർ കൊടുക്കുന്നത് കൊണ്ട് ആ ഒരു ഔട്ട് ഓഫ് ഓർഡർ ആണെങ്കിലും വലിയ കുഴപ്പമുണ്ടാവില്ല, അത് ഓർഡർ ആക്കിയിട്ട് എടുക്കും. അപ്പോൾ ഇത്രയാണ് പാക്കറ്റ് സ്വിച്ചിങ്ങിൻ്റെ ടൈപ്സ്. വെർച്വൽ സർക്യൂട്ടും ഡാറ്റാഗ്രാമും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. സ്വിച്ചിങ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.